ഗൾഫ് നാടുകൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു രണ്ടാം വീടാണ്. എന്നാൽ ഇന്ന് പെർഷ്യൻ ഗൾഫിന് കുറുകെ വീശുന്ന കാറ്റിന് എണ്ണയുടെ ഗന്ധമല്ല, മറിച്ച് വെടിമരുന്നിന്റെ രൂക്ഷഗന്ധമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കുവൈറ്റിന്റെ മണ്ണിലേക്ക് വ്യാപിക്കുകയും രാജ്യം കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ സമയത്തും പുറത്തുവരുന്ന ജനസംഖ്യാ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യുദ്ധഭീതിയുടെ ഈ കരിനിഴലിലും കുവൈറ്റ് എന്ന സമ്പന്ന രാജ്യത്തിന്റെ സാമ്പത്തിക എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്നതാണ്. പ്രതിസന്ധികൾക്കിടയിലും കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി ഇന്ത്യക്കാർ തുടരുന്നു എന്ന യാഥാർത്ഥ്യം കേവലം ഒരു തൊഴിൽ കുടിയേറ്റത്തിനപ്പുറം ദശാബ്ദങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ നേർചിത്രം കൂടിയാണ്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം കുവൈറ്റിലെ ആകെ ജനസംഖ്യയായ 5.31 ദശലക്ഷത്തിൽ 3.74 ദശലക്ഷവും പ്രവാസികളാണ്. തദ്ദേശീയ പൗരന്മാർ 1.56 ദശലക്ഷം മാത്രമാണ്. പ്രവാസി ജനസംഖ്യയിൽ തന്നെ 10.6 ലക്ഷം ആളുകളുമായി ഇന്ത്യക്കാരാണ് ഒന്നാമതുള്ളത്. അതായത് കുവൈറ്റിലെ ആകെ ജനസംഖ്യയുടെ 20%, അഥവാ 5-1 ഭാരതീയനാണ്. ഈജിപ്റ്റ്, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക എന്നിവരാണ് ഇന്ത്യക്ക് തൊട്ടു പിന്നിലുള്ള മറ്റു പ്രധാന പ്രവാസി സമൂഹങ്ങൾ. കുവൈറ്റിന്റെ തൊഴിൽ വിപണി പരിശോധിച്ചാൽ ഭാരതീയരുടെ സാന്നിധ്യം അതിനിർണായകമാണെന്ന് നമുക്ക് കാണാം. രാജ്യത്തെ 3.264 ദശലക്ഷം വരുന്ന മൊത്തം തൊഴിൽ ശക്തിയുടെ 28.8%, സ്വകാര്യ മേഖലയിലെ 30.7% ഇന്ത്യക്കാരാണ്. കൂടാതെ 8,83,300 വരുന്ന ഗാർഹിക തൊഴിലാളികളിൽ 39% ഇന്ത്യക്കാരാണ്. ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും എടുത്തു പറയേണ്ടതാണ്. സ്വദേശിവൽക്കരണ നയങ്ങൾ മൂലം പൊതുമേഖലയിൽ 74.7% കുവൈറ്റ് പൗരന്മാരാണെങ്കിലും സ്വകാര്യ സേവന മേഖലകൾ പൂർണ്ണമായും പ്രവാസികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 81% 15-നും 64-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ ശേഷിയുള്ള വിഭാഗമാണ്. ഇവരിൽ പകുതിയിലധികവും മലയാളി സമൂഹമാണ്. ആരോഗ്യരംഗം, എഞ്ചിനീയറിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, നിർമ്മാണം, വാണിജ്യം എന്നീ തന്ത്രപ്രധാന മേഖലകളെല്ലാം മലയാളി നഴ്സുമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് വിദഗ്ധരും സജീവമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രപരമായ ആഴമുണ്ട്. 1961 വരെ കുവൈറ്റിലെ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം വെളിപ്പെടുത്തുന്നു. 1990-ലെ ഗൾഫ് യുദ്ധകാലത്ത് 1.7 ലക്ഷത്തിലധികം ഇന്ത്യക്കാരെ വ്യോമമാർഗം നാട്ടിലെത്തിച്ച ചരിത്രമുണ്ടെങ്കിലും യുദ്ധാനന്തരം തിരിച്ചെത്തിയ ഭാരതീയരാണ് കുവൈറ്റിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. അന്നുവരെ ഒന്നാമതായിരുന്ന പലസ്തീൻ സമൂഹത്തെ മറികടന്ന് 90-കൾക്ക് ശേഷം ഇന്ത്യക്കാർ കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി മാറി. ഇന്ന് കുവൈറ്റിൽ നിന്നുള്ള പ്രവാസി പണം കേരളം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സുരക്ഷിതത്വത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ രൂക്ഷമായതോടെ അമേരിക്കൻ സഖ്യകക്ഷിയായ കുവൈറ്റ് ഗുരുതരമായ സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. കുവൈറ്റിലെ അലി അൽ സലൈം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ്, ക്യാമ്പ് ആരിഫ് ജാൻ, അൽ ദോഹ തുടങ്ങിയ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ ഭീതി വിതയ്ക്കുന്നു. എണ്ണ വിപണിയുടെ ഗന്ധത്തിന് പകരം വെടിമരുന്നിന്റെ മണം പടരുന്ന ഈ യുദ്ധാന്തരീക്ഷത്തിൽ 10.6 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ഇത്തരം ഗുരുതരമായ യുദ്ധഭീഷണിക്കിടയിലും അനിശ്ചിതത്വത്തിന്റെ നടുവിലും കുവൈറ്റിന്റെ സാമ്പത്തിക യന്ത്രവും അടിയന്തര സേവനങ്ങളും സുഗമമായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നത് ഇന്ത്യൻ പ്രവാസികളുടെ അശ്രാന്ത പരിശ്രമമാണ്. പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി ശക്തിയായി ഇന്ത്യക്കാർ തുടരുന്നത് വെറുമൊരു കുടിയേറ്റ കണക്കല്ല, മറിച്ച് കുവൈറ്റിന്റെ നിലനിൽപ്പിൽ ഭാരതീയർക്കുള്ള മാറ്റി നിർത്താനാവാത്ത പങ്ക് വ്യക്തമാക്കുന്ന തെളിവാണ്. കുവൈറ്റിലെ ഏതൊരു സുരക്ഷാ തകർച്ചയും ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെയും ഇന്ത്യയുടെ വിദേശ നാണ്യ വരുമാനത്തെയും നേരിട്ട് ബാധിക്കും എന്നതിനാൽ കുവൈറ്റ് ഭരണകൂടം തങ്ങളുടെ മണ്ണിലെ ഭാരതീയരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നയതന്ത്ര ഇടപെടലുകൾ ശക്തമായി തുടരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.